ഹലോ നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7ന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസിലെ രണ്ടാമത്തെ എവിക്ഷൻ സംഭവിച്ചിരിക്കുകയാണ്. ബിൻസിയാണ് ഇപ്പോൾ എവിക്റ്റായി ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഈ ഒരു എവിക്ഷൻ കുറച്ച് അൺഫെയർ ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ബിൻസി ആയിരുന്നോ പുറത്തേക്ക് പോകേണ്ടത്? എന്നെ പോലെ തന്നെ നിങ്ങളും കുറച്ച് കൺഫ്യൂസ്ഡ് ആണല്ലേ? കാരണം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇപ്പോഴും അധികം ഗെയിം ടാക്ടിക്സും പ്ലാനും ഒന്നുമില്ലാതെ എന്താ പറയുന്നേ, വാഴ നനയുന്ന ഓട്ടത്തിൽ ചീരയും കൂടെ നനഞ്ഞോട്ടെ എന്ന് കരുതി ജീവിക്കുന്ന കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് ആരൊക്കെയാണ് എന്ന് മനസ്സിലാവും അല്ലെ? അപ്പൊ എന്റെ ഒരു കാൽക്കുലേഷനിൽ നെവിനോ ശാരികയോ ഒക്കെ ആയിരുന്നു അവിടുന്ന് പുറത്തേക്ക് പോകേണ്ടിയിരുന്നത്, ബിൻസി അല്ലായിരുന്നു. അപ്പൊ നല്ലൊരു ഗെയിമർ ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തേക്ക് പോയത് അത്ര നല്ലതായിട്ടല്ല എനിക്ക് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ഹൗസിൽ ഇനിയും കുറച്ച് നാളും കൂടെ നിന്നിരുന്നെങ്കിൽ ബിൻസി കുറച്ചുകൂടെ ടാക്ടിക്കൽ ആയിട്ട് കളിച്ച് നല്ലൊരു ഗെയിം പ്ലെയർ ആയി വന്നേനെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ എന്താണെങ്കിലും ദിസ് ഇസ് എ ഗെയിം ആൻഡ് ദ ഷോ മസ്റ്റ് ഗോ ഓൺ. സോ ബിൻസി എവിക്റ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ മുന്നോട്ടേക്ക് വന്ന പോലെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിച്ചൺ ടീമിന് അപ്രീസിയേഷനും അതുപോലെ തന്നെ അനീഷിന് എന്താ പറയുക, നമ്മൾ വിചാരിച്ച അത്ര രീതിയിലുള്ള ഒരു വഴക്കൊന്നും ലാലേട്ടന്റെ ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വളരെ എന്താ പറയാ, ഒരു സപ്പോർട്ടീവ് മെന്റാലിറ്റിയോടെയാണ് അനീഷിന്റെ വീടിനുള്ളിലെ ഗെയിം പ്ലാൻസ് ഒക്കെ തന്നെ കണ്ടത്. ലാലേട്ടൻ വന്നു റൂൾ ബ്രേക്ക് ചെയ്ത് ജിസേലിനെ പൊരിക്കുമെന്നാണ് നമ്മൾ എല്ലാവരും കരുതിയത്. പക്ഷെ അങ്ങനല്ല ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിസേലിന് ഹിന്ദി ബിഗ് ബോസിലുള്ള കുറെ പരിചയവുമായിട്ടാണ് ജിസേൽ ഇങ്ങോട്ടേക്ക് വന്നത്. സോ ഷീ ഈസ് വെരി ഷാർപ്പ്. എന്ത് വേണം എങ്ങനെ വേണം എന്നുള്ളത് ഷീ നോസ് ഇറ്റ് റിയലി വെൽ. അപ്പൊ ആ ഒരു ടാക്ടിക്കോട് തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. നമുക്ക് കുറച്ച് ദിവസമായിട്ട് മനസ്സിലായിട്ടുമുണ്ട്. ജിസേലിന് പണി കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ഓരോരുത്തരും ഞെട്ടിയത്. കാരണം CID കളിക്കാൻ പോയ അനുമോൾക്കാണ് നല്ല പണി കിട്ടിയത്. നല്ല പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെറിയ ചെറിയ ട്രിവിയൽ ആയിട്ടുള്ള ചെറിയ മാറ്റേഴ്സിന് എന്തിനാണ് ബിഗ് ബോസ് ഹൗസിൽ ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്? ഞാൻ ഇതിനു മുമ്പുള്ള എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെറിയ കാര്യങ്ങൾക്കല്ല, വലിയ വലിയ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു പേഴ്സണൽ വ്യഞ്ജൻസിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പേഴ്സണെയോ ഫോക്കസ് ചെയ്യാതെ ഹോൾ ഹൗസിനെ ഫോക്കസ് ചെയ്ത് സ്വന്തമായിട്ടൊരു ഗെയിം പ്ലാൻ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത്. അത് അനുമോൾക്ക് പ്രത്യേകിച്ച് അതായിരിക്കും നല്ലത്. ആൻഡ് അപ്പാനീശ്വരത്തിനും സാറിന്റെ വക ഒരു വാർണിംഗ് ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ ആവശ്യമില്ലാതെ ദേഷ്യപ്പെടരുത്. ഈ കഴിഞ്ഞ കുറെ എപ്പിസോഡ്സിന്റെ സമ്മറിക്കകത്ത് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്, ഇദ്ദേഹത്തിന്റെ ദേഷ്യം ഒരു പൊടിക്ക് കൂടുതലാണ്. അത് ആവശ്യമില്ല. ഒരു പ്ലേസിലും അത് ആവശ്യമില്ലാത്ത രീതിയിൽ കൂടുന്നുണ്ട്. സോ ലെറ്റ് സി, എന്താണല്ലോ ഒരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. ലെറ്റ് സി വാട്ട് ഹാപ്പൻസ്. കിച്ചൺ ടീമിനെ പോയിന്റ് ചെയ്ത് ലാൽസർ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിനൊക്കെ അവരുടെ കയ്യിൽ നല്ല മറുപടി ഉണ്ടായിട്ടുണ്ട്. പിന്നെ അനുമോളും ബിന്നിയും തമ്മിലുള്ള ചൂലിന്റെ വിഷയം, ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ചൂലാണോ വെച്ച് പാതകം, അതായത് നമ്മുടെ കിച്ചൺ സ്ലാബ് തുടയ്ക്കുന്നത്, അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യം അവർ തമ്മിലുള്ള തർക്കവും നമ്മൾ ബിഗ് ബോസ് എപ്പിസോഡിൽ കാണുകയുണ്ടായി. അപ്പൊ ബിന്നിയും അനീഷും തമ്മിലുള്ള ആ ക്വസ്റ്റിനെ ഒക്കെ ചോദിച്ച് ലാൽസർ കുറെ എക്സ്പ്ലനേഷൻസ് അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അനീഷും മറ്റു മെമ്പേഴ്സും തമ്മിൽ ചോറിന്റെ വിഷയം, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ സമരക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചോറെടുത്ത് കളയണം എന്ന് പറഞ്ഞത് എന്തിനാണ്? അപ്പൊ അനീഷ് അതിനകത്ത് പറയുന്നുണ്ട്, അതിൽ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് കളയാൻ പറഞ്ഞത്. അപ്പൊ ബാക്കിയുള്ളവർ പറഞ്ഞു, ഇല്ല ഞങ്ങളാണത് കഴിച്ചു തീർത്ത്, അതിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള കറക്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മോഹൻലാൽ സർ ചോദിച്ച് നമുക്ക് എന്താണ് എവിടെയാണെന്നുള്ളത് ക്ലാരിറ്റി വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ ലാസ്റ്റ് വീക്കിനെ വെച്ച് സ്ട്രാറ്റജി മാറ്റിയ ഒരു അനീഷിനെയാണ് നമ്മൾ ഈ ആഴ്ച ശരിക്കും ബിഗ് ബോസ് ഹൗസിൽ കണ്ടത്. കാരണം ഒരുപാട് പേര് അനീഷിന് സപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട് അല്ലെ? അത് വളരെ പോസിറ്റീവായിട്ടൊരു ഔട്ട്കം ആയിട്ട് തന്നെ നമുക്ക് നോക്കാം. കാരണം അദ്ദേഹത്തിന്റെ ഒരുപാട് സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ നമ്മൾ ബിഗ് ബോസിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതൊക്കെ മാറി ഒരു നല്ല മനുഷ്യനെ അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. അപ്പോൾ ഈ ആഴ്ച ബിഗ് ബോസിൽ നമ്മൾ കണ്ടത് ശരിക്കും പറഞ്ഞ ഒരു വീക്ക്ലി സ്റ്റാർ പെർഫോമറെ തിരഞ്ഞെടുത്തപ്പോൾ അനീഷിന് കിട്ടിയ വോട്ട് അതിന് ഉദാഹരണമാണ്. ഷാനവാസ് നല്ലൊരു ക്യാപ്റ്റനായിട്ട് പെർഫോം ചെയ്തെങ്കിലും ഷാനവാസിന്റെ ക്യാപ്റ്റൻസിയിൽ ഒരു പരിധിയിൽ കൂടുതൽ അനീഷും അല്ലാതെ കൈ കടത്തുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ ഈ വീക്കെൻഡ് കഴിയുമ്പോൾ പ്രതിരോധം നടത്തുന്ന അനുമോളെയാണോ നമ്മൾ കാണാൻ പോകുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. പ്രമോകളിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ റെന ഫാത്തിമ വരെ അനുമോളെ ടാർഗറ്റ് ചെയ്ത് കളിക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അതുപോലെ അനുമോള് സ്ഥിരം പറയുന്ന പോലെ കരയുന്നുണ്ട്. എന്തിനാണ് കരയുന്നത്? അപ്പൊ ലേഡി ഹാസ് ടു ബി സ്ട്രോങ്. കരഞ്ഞോളൂ, കുഴപ്പമില്ല, അതൊരു വീക്ക്നെസ് അല്ല. പക്ഷെ തൊട്ടേനും പിടിച്ചതിനും കരയണ്ട. അവരെ ആരും അവിടെ കൊണ്ട്
നിർത്തിയിരിക്കുന്നതല്ല. ഷീ ഈസ് ദെയർ ടു പ്ലേ എ ഗെയിം. സോ ഷീ ഹാസ് ടു ബി സ്ട്രോങ് ആൻഡ് ഷീ നീഡ്സ് ടു ബി സ്ട്രോങ്. അല്ലാന്നുണ്ടെങ്കിൽ അവരെ എല്ലാവരും ടാർഗറ്റ് ചെയ്യും. നമുക്ക് വരുന്ന വീക്കിൽ എന്താണെങ്കിലും കാണാം എന്തായിരിക്കും നടക്കാൻ പോകുന്നത്. ഓരോ കണ്ടസ്റ്റന്റിന്റെയും ഗെയിം പ്ലാൻ ആൻഡ് സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ വരുന്ന ദിവസങ്ങളിൽ എന്താണെങ്കിലും നിങ്ങൾ എല്ലാവരും മറക്കാതെ ബിഗ് ബോസ് സീസൺ 7 കാണുക. കാണാൻ പറ്റാത്തവർ കം ബാക്ക് ടു ദ ക്രിയേറ്റീവ് ബെഞ്ച്. ഇവിടെ ഞങ്ങൾ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വളരെ സൂക്ഷിച്ചും വളരെ നല്ല അനലൈസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ വോട്ട് ചെയ്യുക. സോ കം ബാക്ക് ടു ദ ക്രിയേറ്റീവ് ബെഞ്ച് for more updates on Bigg Boss Season 7.